साथियों, केरला का विकास वही पार्टी कर सकती है जिसकी अपनी विश्वसनीयता हो, जिसकी अपनी क्रेडिबिलिटी हो। आप मुझे बताइए, क्या आप कांग्रेस और एलडीएफ पर विश्वास कर सकते हैं क्या? न इनके काम की कोई क्रेडिबिलिटी है, न इनके पॉलिटिकल कैरेक्टर की कोई क्रेडिबिलिटी है। ये लोग केरला में आपस में सबसे बड़े दुश्मन की तरह लड़ते हैं, लेकिन दिल्ली में यही कांग्रेस और लेफ्ट दोस्ती बढ़ाने के लिए मीटिंग करते रहते हैं। यहां केरला में ये दोनों एक दूसरे के खिलाफ लड़ रहे हैं, लेकिन यहां से कुछ ही दूर तिरुनेलवेली में कांग्रेस और लेफ्ट एक ही अलायंस का हिस्सा है। പ്രിയപ്പെട്ടവരെ, വിശ്വസ്തതയും പറയുന്ന കാര്യങ്ങൾ ചെയ്തു കാണിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ കേരളത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കൂ. ഇക്കാര്യത്തിൽ നമ്മെ ഇത്രനാളും ഭരിച്ച ഇടതു വലതു മുന്നണികളെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ തന്നെ പറയണം, നിങ്ങൾ തന്നെ ചിന്തിക്കണം. ഇവരുടെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തിന്റെയും വാക്കിലും പ്രവൃത്തിയിലും മാത്രമല്ല, അവരുടെ നേതാക്കളുടെ സ്വഭാവത്തിലും നയങ്ങളിലും പോലും വിശ്വാസ്യതയില്ല എന്ന് നമുക്കറിയുന്നതാണ്. ഇവർ നമ്മുടെ മുൻപിൽ ശത്രുതയോടെ പരസ്പരം പോരടിക്കുന്നതായി അഭിനയിക്കുകയാണ്. എന്നാൽ ഇവർ ദില്ലിയിലെത്തിയാൽ സൗഹൃദം ഊട്ടിയുറപ്പിക്കാനുള്ള യോഗങ്ങൾ നടത്തുകയാണ്. ഇവിടെ തിരുവനന്തപുരത്ത് ഇവർ പരസ്പരം മത്സരിക്കുകയാണ്. പക്ഷേ ഏതാനും കിലോമീറ്റർ കൂടി സഞ്ചരിച്ച് തിരുനെൽവേലിയിലെത്തിയാൽ ഇവർ ഒരു മുന്നണിയുടെ ഭാഗമാണ്, ഇവർ ഒറ്റക്കെട്ടാണ്. साथियों, कांग्रेस और लेफ्ट की विश्वसनीयता इतने ही दशकों तक सरकार चलाने के बाद भी इनके पास गिनाने के लिए अपने काम नहीं है। ये जनता के बीच में जाते हैं और झूठ बोलकर केंद्र सरकार की योजनाओं का क्रेडिट खाने का प्रयास करते हैं। यहां तो बारी बारी से यूडीएफ, एलडीएफ की सरकार रही है। मैं इनका रिपोर्ट कार्ड आपको बताता हूं। आज केरला में वर्कला और नेडुमंगल जैसी जगहों में ड्रग्स का खुला कारोबार फैल रहा है। ड्रग्स माफियाओं को संरक्षण मिल रहा है। केरला के युवाओं का भविष्य में खत्म किया जा रहा है। इसका क्रेडिट किसका है? ये पाप के लिए जिम्मेवार कौन है? പ്രിയപ്പെട്ടവരെ, ദശാബ്ദങ്ങളോളം കേരളത്തെ മാറി മാറി ഭരിച്ചിട്ടും ഇടതു വലതു മുന്നണികൾക്ക് എടുത്തു പറയാൻ തക്ക നേട്ടങ്ങൾ ഒന്നുമില്ല എന്നതാണ് ഇവരുടെ വിശ്വസനീയത. പകരം അവരിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ ജനങ്ങളോട് കള്ളം പറയുകയാണ്. ഇവിടെ മാറി മാറി ഭരിച്ച രണ്ട് മുന്നണികളുടെയും പ്രോഗ്രസ് റിപ്പോർട്ട് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ വർക്കലയും നെടുമങ്ങാട് പോലുള്ള പ്രദേശങ്ങൾ പോലും മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലായിരിക്കുന്നു. മയക്കുമരുന്ന് മാഫിയകൾക്ക് സർക്കാരിന്റെ സംരക്ഷണം കിട്ടുകയാണ്. കേരളത്തിലെ യുവാക്കളുടെ ഭാവി അപകടത്തിലാണ്, അവരുടെ ഭാവി അസ്തമിക്കുകയാണ്. ആർക്കാണ് ഇതിന്റെ ക്രെഡിറ്റ്?